Today I would like to explain you the use of should have plus V3 form in our day-to-day conversation and its real meaning and the situation where we use it. ഷുഡ് ഹാവ് V3 ഫോം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ നമ്മുടെ ഭൂതകാലത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നു എന്ന് പറയാൻ വേണ്ടിയുള്ള സെൻറ്റൻസാണ് ഷുഡ് ഹാവ് V3 ഫോം. നീ അവിടെ പോകേണ്ടിയിരുന്നു, നീ എന്നെ സഹായിക്കേണ്ടിയിരുന്നു, നീ എന്നെ അത് നേരത്തെ അറിയിക്കേണ്ടിയിരുന്നു, ഭൂതകാലത്തൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല, അങ്ങ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ചെയ്തില്ല. ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഷുഡ് ഹാവ് V3 ഫോം ഉപയോഗിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ. ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കും, ഒരു കല്യാണമൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ അധികം ഫുഡ് മിച്ചം വന്നു. അപ്പം മിച്ചം വന്ന ഫുഡ് നമ്മുടെ അടുത്ത് പട്ടിക്കിട്ട് കൊടുത്തിട്ട് ഇത് പട്ടി തിന്നുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരും. വി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് സം മോർ റിലേറ്റീവ്സ് ഓർ വി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് സം മോർ ഇൻലോസ്. കുറച്ചുകൂടെ റിലേറ്റീവിനെ ക്ഷണിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരെ കുറച്ച് പേരെ കൂടെ ക്ഷണിക്കേണ്ടിയിരുന്നു. ഈ ഭക്ഷണം പട്ടി തിന്നുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. അതായത് ഭൂതകാലത്ത് ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നു പക്ഷെ നമ്മൾ ചെയ്തില്ല. അത് പറയാൻ വേണ്ടിയാണ് ഷുഡ് ഹാവ് V3 ഫോം ഉപയോഗിക്കേണ്ടത്. ഒരാൾ പരീക്ഷ എഴുതി നല്ല പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല. അപ്പം നമ്മൾ അദ്ദേഹത്തോട് പറയുകയാണ് യു ഷുഡ് ഹാവ് പ്രിപ്പയർഡ് വെൽ ഫോർ ദി എക്സാം. എക്സാമിന് നീ കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ഭൂതകാലത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെയ്തില്ല, അപ്പോൾ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഷുഡ് ഹാവ് V3 ഫോം ഉപയോഗിക്കുന്നത്. V3 ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നത്. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് മീ, വി ഷുഡ് ഹാവ് ഗോൺ ദെയർ, ദേ ഷുഡ് ഹാവ് ഇൻഫോംഡ് അസ് എർലിയർ. അവർ നമ്മളെ നേരത്തെ അറിയിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഷുഡ് ഹാവ് V3 ഫോം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.